പത്തനംതിട്ട കൊറ്റനാട് ലൈഫ് പദ്ധതിയിൽ ലഭിച്ച വീട് ജപ്തി ചെയ്ത് കേരള ബാങ്ക്. ജപ്തി നിയമവിരുദ്ധമാണ് എന്നാണ് പരാതി. സ്ഥലത്തേക്ക് ഇപ്പോൾ പോലീസ് കൂടി എത്തിയിട്ടുണ്ട്. എ വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, പൂട്ടുപൊളിച്ച് ആ കുടുംബത്തെ വീടിനകത്തേക്ക് കയറ്റിയിട്ടുണ്ട് അവിടെ എത്തിയ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ. ഇപ്പോൾ പോലീസ് എത്തിയിട്ടുണ്ട്. എന്താണ് പുതിയ വിവരങ്ങൾ? എന്താണ് ജയശങ്കർ? ഈ പൂട്ടുപൊളിച്ച വാർത്ത നൽകിയതിന് പിന്നാലെയാണ് എന്തായാലും പെരുമ്പട്ടി പോലീസ് സംഘം ഇവിടെ എത്തി ഈ വീട്ടുകാരോടും ഒപ്പം തന്നെ ഇവിടെയുള്ള പൊതുപ്രവർത്തകരോടൊക്കെ തന്നെ സംസാരിച്ചത്. നമ്മൾ നേരത്തെ ഈ വാർത്ത നൽകിയതിന് ശേഷവും വീട്ടുകാരുടെ കയ്യിലുള്ള രേഖകളൊക്കെ ഒരു വട്ടം കൂടി പരിശോധിച്ചിരുന്നു. കാരണം പൊതുവേ ഇത്തരത്തിൽ ലോണൊക്കെ എടുക്കുമ്പോൾ എല്ലാ രേഖകളും ബാങ്കിലൊക്കെ നൽകണം. പക്ഷേ ഇതുണ്ടോ, ഇത്തരത്തിൽ പ്രഹ്ലാദൻ എന്ന ആളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത ആധാരമാണിത്. ഇത് KG വിജയകുമാർ നായർ എന്ന് പറയുന്ന കക്ഷിയിൽ നിന്നും പ്രഹ്ലാദൻ നായരാണ് ഈ സ്ഥലം വാങ്ങിയിരിക്കുന്നത്. ഒറിജിനൽ ആധാരമാണുള്ളത്. ഈ ഒറിജിനൽ ആധാരമില്ലാതെ എങ്ങനെ ഒരു ബാങ്ക് ലോൺ കൊടുക്കുമെന്ന വലിയൊരു ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് ബാധ്യതാ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇവിടെ. ഈ ബാധ്യത സർട്ടിഫിക്കറ്റ് ഏറ്റവും ഒടുവിൽ നൽകിയ ബാധ്യത സർട്ടിഫിക്കറ്റാണ്. ഇതിൽ ബാധ്യതയൊന്നുമില്ല എന്ന സർക്കാരിൻ്റെ ഇവിടുത്തെ വില്ലേജ് ഓഫീസിൻ്റെ സർട്ടിഫിക്കറ്റാണ്. 15 വർഷത്തെ സർട്ടിഫിക്കറ്റ് ഇവിടെയുണ്ട്. ഒപ്പം തന്നെ പൊസിഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്, നികുതി അടച്ച സർട്ടിഫിക്കറ്റാണ്. അങ്ങനെ എല്ലാ രേഖകളും ഈ വീട്ടുകാരുടെ കയ്യിലുണ്ട്. ഇവർ ഒരു തരത്തിലുള്ള ഇടപാടും ഈ കേരള ബാങ്കുമായിട്ട് നടത്തിയിട്ടില്ല. ഇവരുടെ അമ്മാവൻ, ഈ പ്രതികരിച്ച് നമ്മോട് സംസാരിച്ച ആളുകളുടെ അമ്മാവനാണ് ഇത്തരത്തിൽ ഈ സ്ഥലം വാങ്ങിച്ചത്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ സ്ഥലം. അദ്ദേഹം മറ്റൊരാളിൽ നിന്ന് വാങ്ങിച്ച സ്ഥലമാണ്. ആ വ്യക്തിക്ക് ലോൺ ഉണ്ടാകും എന്നാണ് എന്തായാലും പറയപ്പെടുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കേരള ബാങ്കിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇതുവരെ ഒരു തരത്തിലുള്ള പ്രതികരണം ലഭിച്ചിട്ടില്ല. നമ്മൾ നടത്തിയ മുഴുവൻ പരിശോധനയിലും ഈ വീട്ടുകാരുടെ കൈവശമുള്ള രേഖകളൊക്കെ കൃത്യമാണെന്ന് മനസ്സിലാക്കുന്നു. ഇനി ബാങ്കാണ് ഇങ്ങനെ ഒരു നടപടി എന്തിനു സ്വീകരിച്ചു എന്ന കാര്യത്തിൽ മറുപടി പറയേണ്ടത്.